ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഈ ബന്ധത്തിൽ അവരുടെ തീരുമാനമെന്ത്. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിനെ വേണമെങ്കിലും ചിന്തിക്കാം. നിങ്ങളുടെ ഫ്രണ്ടാകാം, വിവാഹേതര ബന്ധമായിരിക്കാം, കാമുകനോ കാമുകിയോ, അങ്ങനെ ആര് വേണമെങ്കിലും ചിന്തിച്ച്. അപ്പോൾ നിങ്ങൾ ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അവരും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, നെഗറ്റീവ് എനർജീസ്, ബ്ലാക്ക് മാജിക്ക്, ജാതി, മതം, വിവാഹേതര ബന്ധങ്ങൾ, സമൂഹം അംഗീകരിക്കാത്ത ടൈപ്പിലുള്ളത്, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. അപ്പോൾ അത്തരം സാധ്യതകൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കാം, നിങ്ങൾ അവർ ചൊല്ലി വേദനിക്കുന്നൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ അത്തരം സാധ്യതകളിൽ കൂടി ആയിരിക്കാം ഡയറക്റ്റിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഏതൊരവസ്ഥയായിക്കോട്ടെ, ഈ ഒരു ബന്ധത്തിൽ അവരുടെ തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ 2 ദിവസം മുമ്പ് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഓഡിയോ പറയുന്നത് അവതരണം പഴയ മുത്തുച്ചിപ്പി വായിക്കുന്ന പോലെ ഉണ്ടെന്നാണ്. അപ്പോൾ മുത്തുച്ചിപ്പിയൊക്കെ ഇതേപോലെ തന്നെ ഒരു വോയിസിലോട്ടായിട്ട് ഈ കുക്കു FM പോലെയൊക്കെ ആയോ എന്ന് എനിക്കറിയില്ല. ഈ ചേട്ടൻ്റെ പ്രായം എന്താണെന്ന് അറിയില്ല. ഒരു രാജേഷ് കുമാറാണ്, മാറ്റി ആക്കായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അയാളുടെ പണ്ടത്തെ കമ്പി കോൺട്രാക്ടറായിരുന്നു എന്നൊരു ലെവലിലാണ് തോന്നി. ഇനി ഇദ്ദേഹം എൻ്റെ ശബ്ദം മിസ്യൂസ് ചെയ്യുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശബ്ദത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്കൊരു മാറ്റം വരുത്താനില്ല. പിന്നെ ഇയാളെന്ത് ബോറാണ്, എന്തോ സാരസ്യം ഏതൊരു ചേച്ചി, ഞാനതിൽ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ചേച്ചി എന്തിനാണ് ഇത്ര ബോറാണെങ്കിൽ പിന്നെ എന്തിനാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ കല്യാണം കഴിക്കാനാണോ എന്നും അറിയില്ല. അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ കാണാതിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോസിൽ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. അതറിയാവുന്നവർ മാത്രം, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ നമ്മളൊരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്തോ. ഓക്കെ, ഞാനിതിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും, താല്പര്യമുള്ളവർ മാത്രം കാണാം. അത് മടുപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാനതിൽ കാണുന്നതിന് ഞാൻ പിന്നെ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കാണണം, അല്ലെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണണം, അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് അല്ലെങ്കിൽ കാണാതിരിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ അയച്ചു തരും. അതിൽ താല്പര്യമുള്ളൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് നിങ്ങൾ പണം അടച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞിട്ട് നമുക്ക് കാർഡ് ഇട്ട് നോക്കി ഓൺ കോളിൽ എന്താ കാര്യം എന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല, നിങ്ങളുടെ ഒരു സാഹചര്യത്തിനൊരു ഗൈഡൻസ് നിങ്ങൾ ഡയറക്റ്റ് നോക്കാൻ വരുമ്പോൾ അതിലെന്താണ്, അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. അതിന് നമ്മൾ ആ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മളവിടെ സ്റ്റക്കായി നിന്ന് കഴിയുമ്പോഴാണ് ഇത്തരം സാഹചര്യം തന്നെ. നാളത്തെ വീഡിയോ കാണാം, മറ്റന്നാളത്തെ വീഡിയോ കാണാം, അയാൾ പറഞ്ഞത് അല്ലെങ്കിൽ ആ കാർഡിൽ വന്ന് എനിക്ക് ഇഷ്ടമായില്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആവണം എപ്പോഴും റിയാലിറ്റി എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, ഞാൻ പറഞ്ഞ ജനറലാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു റീഡിങ് എടുത്താൽ മാത്രമേ സാധിക്കൂ. ഇനി അല്ലാത്ത രീതിയിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് ഓക്കെ ഇത് സാധ്യതകളുണ്ട്, ഇതിങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിച്ച് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ റീഡിങ് നോക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ അവരെന്തൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. നല്ല രീതിയിൽ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക, നല്ല രീതിയിൽ ആ എനർജി കൊണ്ടുവരിക. അതിനുശേഷം മാത്രം വീഡിയോ എനർജി പറയുന്നത് കേൾക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ഇത്തരം സിറ്റുവേഷനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ഇതിലെപ്പോഴും അടിപിടി കാര്യങ്ങളാണ്, ഒരു കോമ്പറ്റീഷൻ, മത്സരങ്ങളാണ്, അടിപിടിയാണ് എപ്പോഴും. പറഞ്ഞ കാര്യങ്ങളൊന്നും, നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞിട്ട് ശരിയായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും അത്തരം പ്രശ്നങ്ങളുണ്ടായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വല്ലാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിലോട്ട് പോകുന്നൊരവസ്ഥ. എപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിൽ സന്തോഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് നമുക്ക് ലഭിക്കാതെ പോകുന്നൊരവസ്ഥ. എപ്പോഴും അതിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ തന്നെ. അത് എത്ര നമ്മൾ പറഞ്ഞ് ശരിയാക്കാൻ നോക്കിയാലും എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ചേർന്ന് പോകാത്ത അവസ്ഥകൾ കാര്യങ്ങളുണ്ടാകാം. ഓക്കെ, അത്തരം അവസ്ഥകളിൽ കൂടെ ആയിരിക്കും നിങ്ങളുടെ ഒരു ബന്ധം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക,
ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് പേരും മാറി നിൽക്കുന്നൊരവസ്ഥ, ഇതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ, ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോയൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യം, എന്താണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകുന്നൊരവസ്ഥ, ഒരു സ്വാതന്ത്ര്യം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം അത്രമാത്രം ടോക്സിക് ആയിരിക്കാം, അതിൽ വളരെയധികം ബുദ്ധിമുട്ടിയായിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം റിലീസായിട്ട് ആ പഴയ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, അതിൽ തന്നെ ജീവിച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ. ഓക്കെ, പറ്റിപ്പോയ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും തെറ്റുപറ്റി എന്നൊരു രീതിയിൽ, ഓക്കെ, ആ ഒരു രീതിയിൽ അവരെല്ലാം ആ ഒരു ചിന്തകളിൽ തന്നെയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറാൻ ശ്രമിക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവരും നിങ്ങളായിട്ട് നല്ല ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാകാം. ഓക്കെ, സമൂഹം അംഗീകരിക്കാത്ത ടൈപ്പിലുള്ളതോ അല്ലെങ്കിൽ ജാതി മതം അങ്ങനെ പല രീതിയിൽ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, പിന്നെ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സാണ്. നിങ്ങൾ തന്നെ സ്വയം കണ്ണടച്ചിരുട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ സ്വയം തടവറയിലാവുന്നൊരവസ്ഥ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങൾ അതിന് യാതൊരു കോംപ്രമൈസിനും തയ്യാറാവാതെ ചുറ്റും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരവസ്ഥ. ഒന്നും ചുറ്റുള്ളതിനെ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ആ റിയാലിറ്റീനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്വയം തടവറയിലാകുന്ന ഒരവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട് കാർഡിൽ. പിന്നെ ഇതിൽ ഭയങ്കര ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾക്കും വളരെയധികം ദേഷ്യം കാര്യങ്ങളുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ റിലേഷൻഷിപ്പിൽ പ്രണയവും സെക്സും എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും പലതരത്തിൽ ചിതറിക്കിടക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് തടസ്സങ്ങളാണ്, ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് വേണമല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ വേണ്ടായികയിലായിരിക്കും ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്തരം ഒരു സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നൊരു ഇതിലൊരു മാറ്റം വേണം എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബന്ധം ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കബിളാണ് എന്ന രീതിയിൽ ഇത് വല്ലാത്തൊരു എല്ലാ പ്രശ്നങ്ങളെയും അവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് അവിടെ നിന്ന് മാറി പോകുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളാകാം, അല്ലെങ്കിൽ അവരായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കാം. ഓക്കെ, എന്നിട്ട് മറിഞ്ഞിരുന്നിട്ട് നോക്കി കാണുന്നൊരവസ്ഥ. കാരണം അവർക്കൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാവാതെ അതിനവിടെ ഇട്ടെറിഞ്ഞ് പോകുന്നൊരവസ്ഥ കാര്യങ്ങളെ ഈ കാർഡിൽ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പാഷനോടുകൂടി തന്നെ ഒരു എന്താ പറയുക, ഒരു നല്ല സ്റ്റാൻഡേർഡിലേക്ക് ഈ ഒരു ബന്ധം കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്തൊരു കാര്യത്തിലും ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കോ അവർക്കോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളാണ്. തൂക്കി നോക്കുന്നൊരവസ്ഥ. മറ്റ് റിലേഷൻഷിപ്പോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണോ ഇത് വേണോ എന്ന് തൂക്കി നോക്കുന്നൊരവസ്ഥ, അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടും മാറി നിൽക്കുന്നൊരവസ്ഥ, ഒരു അറ്റത്ത് പോയി നമ്മൾ നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയില്ലേ. പിന്നെ മുന്നോട്ട് നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതിൽ പരിഭ്രാന്തിയും കാര്യങ്ങളും എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ടാകും. എന്ത് വേണമെന്നറിയാത്തൊരവസ്ഥ കാര്യങ്ങളിൽ കുഴുങ്ങി നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകാം. കുറച്ച് പേർക്കാണെങ്കിൽ ഈ ഒരു സമയം, ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് ഇതേപോലെ ഇത്തരം അല്ലാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ, പൂർണ്ണമായിട്ടൊരു പൊളിഞ്ഞൊരവസ്ഥ കാര്യങ്ങളിലാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു പോകണം, എന്ത് വേണം എന്ന് നിങ്ങൾക്കൊരു പുതിയ ഐഡിയാസ് തോന്നുന്നുണ്ട്. ഒരു സക്സസ്സിലോട്ട് ഇതിനെങ്ങനെ എത്തിക്കണമെന്ന് നിങ്ങൾക്ക് പുതിയ വഴികൾ തോന്നുന്നതായിട്ടും ഒരു ഷാർപ്പ് മൈൻഡായിട്ട്, ചിലപ്പോൾ അത് വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാകാം, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ എന്ത് തന്നെയാണെങ്കിൽ ഈ സമയം വരുന്നതായിട്ടും പറയുന്നുണ്ട്. പിന്നെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ചിലപ്പോൾ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവുന്നതായിട്ട്, ഒരു ക്ലിയർ മൈൻഡായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു ബന്ധത്തിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലെ റിലേഷൻഷിപ്പിലെ ആ ഇഷ്യൂസിനെ നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു രാജ്ഞിയുടെ എനർജിയോടുകൂടി തന്നെ. ഓക്കെ, അത്തരം കാര്യത്തിന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു മത്സരം തന്നെയായിരിക്കും. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയായിട്ട്
ഇത് കൺട്രോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ഇഷ്യൂസ് ഫാമിലി ആകാം, സാമ്പത്തികമാകാം, അല്ലാതെ ആകാം, സമൂഹം വഴിയാകാം, അങ്ങനെ എന്തും നിങ്ങളിലേക്ക് വരുന്ന ഇതിനെ പ്രതിരോധിച്ച് പോകാൻ, ഈ ഒരു ബന്ധത്തിന് ഏത് വിധേനയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും ഒരു കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടും ഈ കാർഡുകളിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം നിങ്ങളും അവരും മറച്ച് വെച്ചിട്ടുണ്ടാകണം. കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞിരുന്നു. ഒരു ഹിഡൻ ആയിട്ട് കുറേ കാര്യങ്ങൾ മറച്ച് വെക്കുന്നുണ്ടാകാം. ഒരു ഇൻഡ്യൂഷനൊക്കെ ഒരു ഡിസ്കണക്റ്റായ ഒരു അവസ്ഥ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയണത്. അല്ലെങ്കിൽ ഒരു പിൻവാങ്ങിയ അവസ്ഥ, ഓക്കെ ഈ ഒരു ബന്ധം വേണ്ട, നമുക്കിത് അവസാനിപ്പിക്കാം എന്നൊരു രീതിയിൽ രണ്ടുപേരും പിൻവാങ്ങി നിൽക്കുന്നൊരവസ്ഥ, പൂർണ്ണമായിട്ടുള്ളൊരു സൈലൻസാണ് ഈ ഒരു സമയം ഈ റിലേഷൻഷിപ്പിൽ പറയുന്നത്. സെൽഫിഷായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് പരസ്പരം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകുന്നത്. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണിക്കുന്നുണ്ടാകാം. അത്തരം ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സീക്രട്സ് കാര്യങ്ങൾ പരസ്പരം സൂക്ഷിച്ചു വയ്ക്കുന്നതായിട്ടും കാർഡിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഒരു പൂർത്തീകരണമാണ്. എല്ലാ തരത്തിലും ഒരു പൂർത്തീകരണം, ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു ട്രാവല്, ഒരു യാത്ര, ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ അത് വരുന്നതായിട്ടും കാര്യങ്ങളെല്ലാം പറയുന്നു. 21 എന്നൊരു ഡേറ്റ് പറയുന്നുണ്ട്. ഡേറ്റ് മീൻസ് 21 എന്നൊരു നമ്പർ. അത് ഡേറ്റ് ആവാം, മണിക്കൂറാവാം, അങ്ങനെ ആഴ്ചയാവാം, മാസമാവാം, എങ്ങനെ ആവാം. ഒരു അറൈവിങ്, ഓക്കെ, ഒരു സെലിബ്രേഷൻ, ഒരു പുതിയ യാത്ര, കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഒരു ഗ്രോത്ത്, ഒരു ആക്ഷൻ, ഒരു എംബ്രസ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, എല്ലാ തരത്തിലും ഒരു മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുന്ന രീതിയിൽ എല്ലാ തരത്തിലും ഒരു ഫാമിലി, ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 3 എന്നൊരു നമ്പർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 2 എന്നൊരു നമ്പർ പറയുന്നുണ്ട്. 7 എന്നൊരു നമ്പർ പറയുന്നുണ്ട്. ലിയോ എന്നൊരു സോഡിയാക് സൈൻ, ലിബ്ര, വെർഗോ, അതുപോലെ തന്നെ 1, 2 അങ്ങനെ നമ്പർ. ലിബ്ര വീണ്ടും വരുന്നുണ്ട്, വെർഗോ വരുന്നുണ്ട്. 8 എന്നൊരു നമ്പർ വരുന്നുണ്ട്. അക്വേറിയസ്, 6, ലിയോ, ക്യാൻസർ, ജെമിനി, 8, 6 റിപ്പീറ്റ് ആവുന്നുണ്ട്. സ്കോർപ്പിയോ എന്നൊരു സോഡിയാക് സൈൻ, ഇതേപോലെ തന്നെ ലിയോ 5 എന്നൊരു സോഡിയാക് സൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം നമ്പേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്നാൽ ഈ അവരൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത്തരം കാർഡുകളിൽ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വ്യക്തമായൊരു എനർജി അറിയാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. എൻ്റെ അടുത്ത് വന്ന് എടുക്കണമെന്നല്ല, നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന അവിടെ പോയി എടുത്ത് ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. അല്ലാതെ ടാരറ്റ് തന്നെ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യണം. ഓക്കെ, അതിന് കടന്നു പോകാൻ ശ്രമിക്കാം. ഇതും കടന്നു പോകും എന്നൊരു എനർജിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം നിഷാനി.